10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് 2025 PSC നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും, CPO, WCPO, ഫയർമാൻ പോലുള്ള യൂണിഫോം പോസ്റ്റുകളും, ഡ്രൈവർ പോസ്റ്റുകളും, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ASM പോലുള്ള പരീക്ഷകളുമാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ റിപ്പബ്ലിക് ഡേ ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഓഫർ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായിട്ട് 2024 അവസാനം PSC വന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അല്ലെ? സപ്ലൈകോയ്ക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. പ്രിലിംസ് ഇല്ലാതെ. സാധാരണ 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾക്കൊക്കെ 10th പ്രിലിംസ് നടത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2020 ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രിലിംസ് ഉണ്ടായിരുന്ന ഒന്നാണ്. എന്നാൽ ഇപ്രാവശ്യം 10ാം ക്ലാസ് യോഗ്യതയുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസ് ഇല്ല. എന്നാൽ മെയിൻ പരീക്ഷ മാത്രമാണ് ഉള്ളത്. അതിലും വ്യത്യാസങ്ങളുണ്ട്, അല്ലെ? അതായത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഭക്ഷ്യ പൊതുവിതരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാതെയാണ് സിലബസും വന്നിരിക്കുന്നത്. അപ്പോൾ PSC പറഞ്ഞ പോലെ തന്നെ 15ാം തീയതിയോട്, ജനുവരി 15ാം തീയതിയോട് കൂടി തന്നെ ഇതിന്റെയൊക്കെ സിലബസ് പുറത്തു വിട്ടിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്, സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നത്. ഭക്ഷ്യ പൊതുവിതരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. LDC പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്തവർക്ക് അടുത്തൊരു സുവർണ അവസരമാണ് ഈ ഒരു ASM എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചാൽ ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ പ്രാവശ്യവും LGSും അതുപോലെ തന്നെ LDCയും എന്താണ്, പ്രിലിംസ് ഇല്ലാതെയാണ് വന്നത്, അല്ലെ? അതേപോലെ തന്നെയാണ് ഈ ASMഉം ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാർക്കൊക്കെ ഒന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം 105/2020 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് വിളിച്ചത്. അന്ന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നത്. ചരിത്രം ഇവിടെ പുതിയ സിലബസ് പ്രകാരം 5 മാർക്കാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഉള്ളിലുള്ള ഭാഗങ്ങൾക്ക്, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലും വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലൊന്നും വ്യത്യാസങ്ങളില്ല. അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഭൂമിശാസ്ത്രം കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം 5 മാർക്കാണ്. അതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭൂപ്രകൃതി, കേരള ഭൂപ്രകൃതി, പൊതുഭൂമിശാസ്ത്രം അങ്ങനെ തന്നെയാണ്. തത്വശാസ്ത്രവും 4 മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ 5 ആയി. കോൺസ്റ്റിറ്റ്യൂഷൻ 4 മാർക്ക് ഉണ്ടായിരുന്നത് 5 ആയി. ഭരണവും ഭരണ സംവിധാനവും 3 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ 5 മാർക്കിനാണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക് തന്നെയായിരുന്നു. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അത് 6 മാർക്കായിട്ടുണ്ട്. LDCയുടെ അതേപോലെ തന്നെ. ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും കഴിഞ്ഞ പ്രാവശ്യം 3 മാർക്ക് വീതം തന്നെയായിരുന്നു. ഇപ്രാവശ്യവും അതേപോലെ തന്നെയാണ്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം ഈ ഒരു ഭാഗം കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കായിരുന്നു. എന്നാൽ ഇപ്പോ 5 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ 4 ഉണ്ടായിരുന്നത് 5 മാർക്കിലേക്കായി. എന്നാൽ ആനുകാലിക വിഷയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 10 മാർക്കായിരുന്നു. അത് ഇപ്രാവശ്യം 20 മാർക്കിലേക്ക് എത്തി. എന്നാൽ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും പ്രാദേശിക ഭാഷ മലയാളം ആയാലും 10 മാർക്ക് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചത്. ഇപ്രാവശ്യവും 10 മാർക്ക് തന്നെയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ LDC പരീക്ഷയ്ക്ക് ചോദിച്ച അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് പുതിയ പരീക്ഷ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം LDC പരീക്ഷ എന്തൊക്കെയായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ? പുതിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ധാരാളം ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇനിയും വരുന്ന പരീക്ഷകൾക്കും പുതിയ പാഠപുസ്തകങ്ങൾ അതേപോലെ തന്നെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രിലിംസ് ഇല്ലാത്തൊരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല അവസരമാണ് ഉള്ളത്. പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല, മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ എപ്പോഴും നടത്താറുള്ളത്, അല്ലെ? അപ്പോൾ ഇപ്രാവശ്യവും ഈ ഒരു മെയിൻ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് കൃത്യമായിട്ട് നിങ്ങൾ നടത്തണം. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട്, അതായത് വളരെ നേരത്തെ തന്നെ നമുക്ക് ഇപ്രാവശ്യം അറിയാൻ പറ്റി. ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ PSC പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ, അതായത് ഏജ് ഓവർ ഒന്നും ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 29-ാം തീയതിയാണ്. അപ്പോൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. മാത്രമല്ല നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ, അല്ലെ? അതായത് 23,000 മുതൽ 50,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. മാത്രമല്ല നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് കൂടിയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഏജ് ലിമിറ്റ് 18-നും 36-നും, ജനറൽ ആണെന്നുണ്ടെങ്കിൽ 36-നും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷവും, അതേപോലെ SC ST വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ 5 വർഷവും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ പുതിയ സിലബസ് അനുസരിച്ച് പുതിയൊരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എല്ലാവരും. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. കൃത്യമായിട്ട് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ സിലബസ് കിട്ടിയിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടത് ടൈം ടേബിൾ അനുസരിച്ചുള്ള ഒരു പഠനമാണ്. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പഠിക്കുക എന്നുള്ളതല്ല. കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇന്ന് ഒരു ദിവസം ഫിസിക്സ് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഭരണവും ഭരണ സംവിധാനവും മാത്രം പഠിക്കാം, അത് മുഴുവൻ തീർന്നിട്ട് അടുത്ത സബ്ജക്ട് പഠിക്കുക. അങ്ങനെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിന് നമുക്ക് ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള പഠനം തന്നെ വേണം. ഒരു ദിവസം എല്ലാ സബ്ജക്റ്റുകളും മാറി മാറി പഠിക്കുന്ന രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് മെന്റർഷിപ്പോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. മെന്റർഷിപ്പോട് കൂടിയിട്ടാണ് ASMന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. അടുത്ത വർഷം നിങ്ങൾക്കും സർക്കാർ ഉദ്യോഗസ്ഥരാകാം ഈ ഒരു നല്ല പോസ്റ്റ് വഴി. അപ്പോൾ ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്